അക്കൗണ്ട്സ് മൊഡ്യൂളിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയി എൻട്രി ചെയ്തിരിക്കുന്ന ഫോമുകളിലൊന്നാണ് ബാങ്ക് ട്രാൻസ്ഫർ. ഈ ഒരു ബാങ്ക് ട്രാൻസ്ഫർ ഫോം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്ത ബാങ്ക് ട്രാൻസ്ഫർ എൻട്രീസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ബാങ്ക് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ ബാങ്ക് ട്രാൻസ്ഫർ ഫോമാണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു ബാങ്കിങ് ട്രാൻസ്ഫർ ഫോമിൽ എങ്ങനെയാണ് ഒരു ന്യൂ ബാങ്ക് ട്രാൻസ്ഫർ റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ റഫറൻസ് നമ്പർ നമുക്കിവിടെ കാണാം. ഓട്ടോമാറ്റിക്കലി ഇത് എനേബിൾ ആവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ബാങ്ക് ട്രാൻസ്ഫറിന് യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പ് ഏതാണോ അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് ഡേറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പാർട്ടി നെയിം എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് വരുന്നത്. പാർട്ടി നെയിം നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് നരേഷൻ ആഡ് ചെയ്യാനുള്ള ഫീൽഡാണ്. ഈ ഒരു ബാങ്കിങ് ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു നരേഷൻ ഫീൽഡിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മളുടെ നിലവിലുള്ള ബാങ്ക് അക്കൗണ്ട് എല്ലാം ഈ ഒരു സെലക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഒരു ന്യൂ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആഡ് ന്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ലെഡ്ജർ ഫോം ഓപ്പൺ ആകുകയും ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ബാങ്ക് സെലക്ട് ചെയ്തതിന് ശേഷം ടു അക്കൗണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ടു അക്കൗണ്ട് സെലക്ട് ഓപ്ഷനിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് നരേഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നരേഷൻ ആഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു എമൗണ്ട് ഫീൽഡിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടോട്ടൽ എമൗണ്ട് ആൻഡ് എമൗണ്ട് ഇൻ വേർഡ്സ് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു ഫോമിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനും സേവ് ചെയ്യാനും സാധിക്കും. ഡാറ്റ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. നമുക്ക് സേവ് ആസ് ഡ്രാഫ്റ്റ് ആൻഡ് സേവ് ആസ് വൗച്ചർ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു ബാങ്കിങ് ട്രാൻസ്ഫർ ഫോം ഡ്രാഫ്റ്റ് ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ സേവ് ആസ് ഡ്രാഫ്റ്റ് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതല്ല ഇനി ഇത് വൗച്ചറായിട്ട് തന്നെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ആസ് വൗച്ചർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബാങ്ക് ട്രാൻസ്ഫർ ഫോം സേവ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി അക്കൗണ്ട് സെർച്ച് പേജ് ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു അക്കൗണ്ട് സെർച്ച് പേജിൽ നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. ഈ ഒരു ഡാറ്റ ടേബിളിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് ഡാറ്റ കാണാൻ സാധിക്കും. ലേറ്റസ്റ്റ് നമ്മൾ എൻട്രി ചെയ്ത ബാങ്ക് ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ട്രാൻസാക്ഷൻ ടൈപ്പ് അതുപോലെ തന്നെ റെഫറൻസ് നമ്പർ, ഡെബിറ്റ് ലെഡ്ജർ ആൻഡ് ക്രെഡിറ്റ് ലെഡ്ജർ, എമൗണ്ട് ഡീറ്റെയിൽസ്, ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു ഡാറ്റ ടേബിളിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഈ ഒരു ബാങ്ക് ട്രാൻസ്ഫർ ഫോം നമുക്ക് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കറക്ഷൻസ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാങ്ക് ട്രാൻസ്ഫർ ഫോമിൻ്റെ മോർ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്ഷൻസ് എല്ലാം ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു എൻട്രിയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലസ് ഐക്കൺ കാണാം. ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ബാങ്ക് ട്രാൻസ്ഫറിൻ്റെ അക്കൗണ്ടിങ് എൻട്രീസ് കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. അതിൻ്റെ ലെഡ്ജർ നെയിം, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ടാബിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ബാങ്ക് ട്രാൻസ്ഫർ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.